വേണ്ട, നിങ്ങൾ മിനിമം എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം? 27+. സോ 27+ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തതിൽ എന്ത് സംഭവിക്കും? ഫെയിലാ. കാരണം എന്താ? കാരണം ഞാൻ പറഞ്ഞു. ഓക്കെ, സോ എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം സിസാറ്റ് പേപ്പറിൻ്റെ അകത്ത് എന്നാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കേ, റൈറ്റിൽ മേല 26 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തു എന്ന് സങ്കല്പിക്കാം. ഓക്കെ, 26ഉം ശരിയായി, ഒറ്റ റോങ് ആൻസറും വന്നില്ല. നിങ്ങൾക്ക് എത്ര മാർക്കേ കിട്ടൂ? 65 മാർക്കേ കിട്ടൂ. 65 മാർക്ക് മതിയോ പാസ്സാവാൻ? പോരാ. അതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, 27+ വേണം അറ്റംപ്റ്റ്. കാരണം എന്താ, 26 അറ്റംപ്റ്റ് നടത്തി 26ഉം ശരിയായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 66ലേക്ക് എത്തിക്കാൻ പറ്റില്ല. സോ മിനിമം അറ്റംപ്റ്റ് 27 കൊടുക്കണം. 27 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് 27ഉം ശരിയായാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 67.50 മാർക്ക് കിട്ടും, പാസ്സായി. ഓക്കെ, പക്ഷേ അവിടെ ഒരു റിസ്ക് എന്താണ്? അറിയാതെ ഒരു ക്വസ്റ്റ്യൻ എങ്ങാനും തെറ്റിപ്പോയാൽ എന്ത് സംഭവിക്കും? കട്ട് ഓഫിന് താഴെ പോകും. ഓക്കെ, അതുകൊണ്ട് ഒരു ഞാൻ ആ റെഡ് മാർക്കിൽ മാർക്ക് ചെയ്തിരിക്കുന്ന നമ്പേഴ്സ്, നമ്പർ ഓഫ് അറ്റംപ്റ്റ് എല്ലാം എന്താണ്? ഡേഞ്ചർ സോണാണ്. ഓക്കെ, സോ ഒരു 35ഓ 35ൻ്റെ താഴെയോ നിങ്ങൾ അറ്റംപ്റ്റ് എങ്കിൽ നിങ്ങൾ പാസ്സാവാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തു വന്നാലും തെറ്റും, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണത്. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്താലും എന്ത് സംഭവിക്കും? തെറ്റും. ഓക്കെ, അത് തെറ്റാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ചില ട്വിസ്റ്റുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നമുക്കൊരു ഈസി ക്വസ്റ്റ്യൻ ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, നിങ്ങൾ ചെയ്യും, അറ്റൻഡ് ചെയ്യും, കറപ്പിക്കും. പക്ഷെ അതിനകത്തുള്ള ട്വിസ്റ്റ് ആ സമയത്ത് കാണാൻ പറ്റിയില്ലെങ്കിൽ അത് തെറ്റും. ഓക്കെ, അങ്ങനെ ചില ട്വിസ്റ്റുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഏത് എക്സാം പേപ്പർ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ആ ട്വിസ്റ്റുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് മെജോറിറ്റി സ്റ്റുഡൻസും എന്ത് ചെയ്യാറുണ്ട്? തെറ്റിക്കാറുണ്ട്. ഓക്കെ, ഡിഫിക്കൾട്ട് ക്വസ്റ്റ്യൻ അല്ല, ഈസി ക്വസ്റ്റ്യൻ ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ്. പക്ഷെ അതിനകത്തുള്ള ട്വിസ്റ്റ് കാണാൻ പറ്റിയില്ലെങ്കിൽ 2-3 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? തെറ്റിപ്പോവും. പിന്നെ നിങ്ങളായിട്ട് വരുത്തുന്ന ചില എറേഴ്സ് അത് മാക്സിമം നിങ്ങൾ ഒഴിവാക്കണം. ഫോർ എക്സാമ്പിൾ, നോട്ട് കാണാതായി പോവുക. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് കറക്റ്റ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ. സോ നിങ്ങൾ എന്ത് ചെയ്യും? ആ നോട്ട് കാണില്ല, കറക്റ്റ് ചെയ്താൽ നോക്കും, അതനുസരിച്ച് കുത്തും. ഒന്നത്. പിന്നെ നിങ്ങൾ മാറ്റി എന്തിലോട്ട് മാറ്റുമ്പോൾ OMR ഷീറ്റിലോട്ട് മാർക്ക് ചെയ്യുമ്പോൾ തെറ്റിപ്പോവുക. എ ആണ് ആൻസർ, ബി കറപ്പിക്കുക. ഓക്കെ, നിങ്ങൾ എ ആണ് ആൻസർ കിട്ടി, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്യുമ്പോൾ ബിയിൽ മാർക്ക് ചെയ്തു പോവുക. അങ്ങനെ ചെറിയ എറേഴ്സ് നമ്മളായിട്ട് വരുത്തും. അപ്പം എന്ത് സംഭവിക്കും? മിസ്റ്റേക്സ് വരും. പക്ഷെ അത് നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം ഒഴിവാക്കണം. ആ ഒരു മിസ്റ്റേക്ക് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആണോ? പേപ്പർ 1-ലായാലും 2-ലായാലും ഓക്കെ, നമ്മളായിട്ട് വരുത്തുന്ന എറേഴ്സ് എന്ത് ചെയ്യണം? നിങ്ങളത് മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കെയർഫുൾ ആയിട്ടിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, കോംപ്രഹെൻഷൻ, ഇംഗ്ലീഷ് പാരഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അവിടെ 50-50 ചാൻസ് വരും. ഓക്കെ, 4 ഓപ്ഷൻ്റെ അകത്ത് 2 ഓപ്ഷൻ അല്ല നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ 2 ഓപ്ഷനിൽ നിങ്ങൾ സ്റ്റക്ക് ആവും. 50-50 ചാൻസ് വന്നാൽ എന്ത് സംഭവിക്കും? ഒരെണ്ണം കുത്തിയാൽ അവിടെ പ്രോബബിലിറ്റി പ്രകാരം അത് 1/2 ആണ്, അവിടെ നിങ്ങൾക്ക് അത് ശരിയാവാനുള്ള ചാൻസ് അല്ലേ? ഓക്കെ, അങ്ങനെ ഒരു 10 ക്വസ്റ്റ്യൻ നിങ്ങൾ 50-50 ചാൻസ് കുത്തിയാൽ എന്ത് സംഭവിക്കും? പ്രോബബിലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ 5 ശരിയാവും, 5 തെറ്റും അല്ലേ? സോ അവിടെ എന്ത് വരും? അപ്പം റോങ് ആൻസർ വരും. ഓക്കെ, അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. കുറേ ക്വസ്റ്റ്യൻ തെറ്റും. നമ്മൾ ആ റിസ്ക് എടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കുറച്ച് തെറ്റിക്കോട്ടെ എന്നുള്ള മെൻറ്റാലിറ്റിയിലാണ്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഒരു 35 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേഞ്ചർ സോണാണ്. ഓക്കെ, അറ്റംപ്റ്റ് 40യുടെ മേലെ പോകണം. അതാണ് മിനിമം ഒരു സേഫ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മിനിമം സേഫ് സോൺ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ആ യെല്ലോ കളറിലോട്ട് പോകണം. ഓക്കെ, അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നിങ്ങളൊരു 60+ അറ്റംപ്റ്റ് ചെയ്താൽ 99% നിങ്ങൾ പാസ്സാവും. അറ്റംപ്റ്റ് ഒരു 60+ പോയാൽ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അറ്റംപ്റ്റ് ഒരു 60+ പോയാൽ 99% നിങ്ങൾ എന്ത് ചെയ്യും? പാസ്സാവും. ഓക്കെ, 60 അറ്റൻഡ് ചെയ്ത ഒരാൾ
ഫെയിലായത് റയറായിട്ടേ ഞാൻ കാണാറുള്ളൂ. കാരണം 60 അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്, അത് റിയാലിറ്റിയാണ്. ഓക്കെ, പക്ഷേ നിങ്ങളൊരു 50+ അറ്റൻഡ് പോയാൽ ഓക്കെയാണ്. നമ്മൾ അറ്റംപ്റ്റ് 50യുടെയും 60യുടെയും ഇടയിലായിരിക്കണം, അല്ലെങ്കിൽ അതിന് മുകളിലായിരിക്കണം. 50+ ഓർ 60+. ഓക്കെ, അത് ഞാൻ പറയാം. ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ, അപ്പം നമുക്ക് 3 സിലബസ് ഡിസ്കസ് ചെയ്യാം. മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, 3 ഏരിയാസ് ഉള്ളത് സിസാറ്റിന്. അതിൽ ഇംഗ്ലീഷ് ടോപ്പിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചില സ്റ്റുഡൻസിന് ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടമാണ്. റീഡിങ്ങിനോട് അത്യാവശ്യം താല്പര്യമുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ലിറ്ററേച്ചർ ഒക്കെ ഡിഗ്രി പഠിച്ച ആൾക്കാർക്ക് എന്തായിരിക്കും, ഈ കോംപ്രിഹെൻഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്ത് പരിചയമുണ്ടാവും. സോ അവർക്കത് ഈസി ആയിരിക്കും. അവർക്ക് മാത്സ് ആയിരിക്കും പ്രശ്നം. ഓക്കെ, അതേസമയം കുറച്ച് മാത്സ് അല്ലെങ്കിൽ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർക്ക് മാത്സ് കുറച്ച് ഈസി ആയിരിക്കും, അവർക്ക് വായിക്കാൻ മടിയായിരിക്കും. ഓക്കെ, അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും പ്രശ്നം. അങ്ങനെ ഇംഗ്ലീഷ് പ്രശ്നമുള്ള ആൾക്കാർക്ക് അവർ മാത്സ് ആണ് കൂടുതൽ ചെയ്യുന്നെങ്കിൽ, മാത്സിനൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് മാർക്ക് വളരെ ചുരുക്കേ വരും. നെഗറ്റീവ് മാർക്ക് വരാനുള്ള ചാൻസ് കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ സോൾവ് ചെയ്തു, തെറ്റിപ്പോയി. ആ തെറ്റിപ്പോയ ഓപ്ഷൻസ് എവിടെ ഉണ്ടാകേണ്ട ചാൻസ് ഇല്ല, ഓപ്ഷൻസ് അകത്ത് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യല? കുത്തുകല, അല്ലേ? നമ്മൾ കിട്ടിയ ആൻസർ അവിടെ ഇല്ലെങ്കിൽ നമ്മൾ കുത്തുവോ? ഇല്ല. ഓക്കെ, അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് അവിടെ മാത്സിൻ്റെ അകത്ത് നെഗറ്റീവ് മാർക്ക് വരാനുള്ള ചാൻസ് കുറവാണ്. ഏതിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ? ഇംഗ്ലീഷിനെ കമ്പയർ. അപ്പം ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വരും, 50-50 ചാൻസ് എടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? റോങ് ആൻസർ വരും. ഓക്കെ, അപ്പം നിങ്ങൾ ഇംഗ്ലീഷാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, നിങ്ങൾ അറ്റംപ്റ്റ് എന്ത് ചെയ്യണം? 55+ പോകണം. നിങ്ങൾ മാത്സ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ 50+ ഓക്കെയാണ്. ഓക്കെ, ജനറലി പറയുകയാണെങ്കിൽ 50ൻ്റെയും 60ൻ്റെയും 50+ മാർക്ക് അല്ലെങ്കിൽ 55+ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? സിസാറ്റിന് അറ്റൻഡ് ചെയ്യേണ്ടത്. 60+ ആണെങ്കിൽ സേഫാണ്, വളരെ വളരെ സേഫാണ്. പക്ഷേ 50+ എന്ന് പറഞ്ഞാലും നല്ല എന്താണ്, ഒരു ഡീസൻറ്റ് അറ്റംപ്റ്റ് ആണ്. 50യുടെ താഴെ പോയാൽ പ്രശ്നമാണ്. പക്ഷെ ഒരു 46ഉം 48 എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെയാണ്, അവിടെ ഒന്നും വലിയ പ്രശ്നമല്ല. പക്ഷേ 46ൻ്റെ താഴെ പോകും തോറും നിങ്ങൾ ഡേഞ്ചർ സോണിലോട്ട് പോകും. ഓക്കെ, നോക്കിക്കേ, 46 അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ 14 ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് എന്ത് ഇതാക്കാം? റോങ് ആൻസർ വരാം. 46 അറ്റംപ്റ്റ് കൊടുത്തിട്ട് 14 ക്വസ്റ്റ്യൻ തെറ്റിയാലും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 68 മാർക്ക് കിട്ടും. ഓക്കെ ഓക്കെ, ഒരു 54 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര റോങ് ആൻസർ വരുത്താം? 20 ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തെറ്റിക്കാം. ഓക്കെ, 20 ക്വസ്റ്റ്യൻ തെറ്റിയാലും നിങ്ങൾ എന്താണ്? ഇന്നാണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പം ഞാൻ റൈറ്റ് കൊടുത്തത് നിങ്ങൾക്ക് എത്ര റോങ് ആൻസർ വരുത്താം എന്നാണ് സെൻട്രൽ കൊടുത്തിരിക്കുന്ന കാര്യം. ഓക്കെ, നിങ്ങൾ 35 ക്വസ്റ്റ്യനെ അറ്റൻഡ് ചെയ്തുള്ളെങ്കിൽ അവിടെ നിങ്ങൾക്ക് മാക്സിമം 6 തെറ്റേ വരാൻ പാടുള്ളൂ. 7ാമത്തെ തെറ്റ് വന്നാൽ നിങ്ങൾ ഫെയിൽ ആവും. ഓക്കെ, അതേസമയം 60 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ 25 ക്വസ്റ്റ്യൻ വരെ എന്ത് വരാം? റോങ് ആൻസർ വരാം. 26ാമത്തത് വന്നാലേ എന്തുള്ളൂ? പ്രശ്നമുള്ളൂ. ഓക്കെ, സോ എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ വന്നല്ലോ. ഫൈൻ. സോ നിങ്ങളത് കൃത്യമായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എത്ര അറ്റൻഡ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ താഴോട്ട് എന്താണ്? റിസ്ക്കാണ്. 35ൻ്റെ താഴെ ഒരിക്കലും പോകാൻ പാടില്ല. പോകുന്നെങ്കിൽ ഏതിൻ്റെ മേലെ പോകണം? 50യുടെ മേലെ പോകണം. ഓക്കെ, അതൊരു 60+ ആണെങ്കിൽ നിങ്ങൾ യാതൊരു രീതിയിലും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പം ഏകദേശം ഒരു ധാരണ വന്നല്ലോ എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു 55+ അറ്റംപ്റ്റ് ജനറലായിട്ട് നിങ്ങൾക്ക് പറയാം. 55+ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താവും? പാസ്സാവും. ഓക്കെ, അതിൻ്റെ മീനിങ് 55ൻ്റെ താഴെ പോയാൽ പാസ്സാകിയാലെന്നല്ല, അവിടെ റിസ്ക് കൂടിക്കൊണ്ടിരിക്കും എന്ന് മാത്രമേ പ്രശ്നമുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, പക്ഷേ 40യുടെ താഴെ എന്ത് പോകാൻ പാടില്ല? അറ്റംപ്റ്റ് പോകാൻ പാടില്ല. 40യുടെ താഴെ പോയാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ നിങ്ങളൊരു 35 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു എന്ന് സങ്കല്പിക്കും. സോ അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ വരെ റോങ് ആക്കാം? 6 ക്വസ്റ്റ്യൻ വരെ റോങ് ആക്കാം.
ഇപ്പോൾ UPSCയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്തുനിന്ന് ഒരു ആൻസർ കണ്ടുപിടിക്കാൻ ഭയങ്കര എന്താണ്, ചില ക്വസ്റ്റ്യൻസ് ഏതാണ് ആൻസർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എക്സാം കഴിഞ്ഞു, ആൻസർ കീ നോക്കുകയാണ്. ഒരു വർഷം കഴിഞ്ഞാൽ UPSC ആൻസർ കീ പുറത്ത് വിടും. അതായത് നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമേ അവരെന്ത് ചെയ്യൂ, ഒഫീഷ്യൽ കീ പുറത്തു വിടും. ക്ലിയർ ആണോ? അതുകൊണ്ട് തന്നെ നമുക്ക് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും? പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇറക്കുന്ന ആൻസർ കീനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ പ്രശ്നം വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ആൻസർ കീ നോക്കും, അവിടെ നിങ്ങൾക്ക് 4 റോങ് ആൻസറേ വന്നുള്ളൂ, അപ്പോൾ നിങ്ങൾ പാസ്സായി. വേറൊരു ആൻസർ കീ നോക്കുമ്പോൾ 7 റോങ് ആൻസർ വന്നു, അപ്പോൾ നിങ്ങൾ ഫെയിലായി. വേറൊരു നോക്കുമ്പോൾ 6 എണ്ണമായിരിക്കും, വേറൊരു നോക്കുമ്പോൾ 8 എണ്ണമായിരിക്കും. ഈ ഒരു പ്രശ്നം വരാറുണ്ട്. ഓക്കെ, സെയിം ക്വസ്റ്റ്യന് പല കീസും പല ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീസും പലതായിരിക്കും. അവിടെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കുറേ ഏരിയാസ് ഉണ്ട്. അവിടെ ഫൈനൽ തീരുമാനം എടുക്കേണ്ടത് ആരാ? UPSC ആണ്. ഓക്കെ, 50-50 ചാൻസ്. അപ്പോൾ നമുക്ക് അറിയാലോ ഇതാവാം. അപ്പോൾ ആ വേർഡ് സെൻറ്റൻസ് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത് എങ്ങനെ എന്നുള്ളൊരു പ്രശ്നം വരുമ്പോഴാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് വരുന്നത്. ഓക്കെ, അത് പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. അത് അവിടെ ഇപ്പോൾ UPSC ഇന്നതാണ് കീ, ഇന്നതാണ് ആൻസർ എന്ന് പറഞ്ഞാൽ അതാണ് ഫൈനൽ. ഓക്കെ, അപ്പം നിങ്ങൾ പ്രിലിംസ് കഴിഞ്ഞാൽ പിന്നെ 3 മാസമേ മെയിൻസ് എഴുതാനുള്ളൂ. അപ്പോൾ നിങ്ങളൊരു 35 അറ്റൻറ്റും കൊടുത്ത് ഈ ഒരു കൺഫ്യൂഷൻ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോൺഫിഡൻസോടെ പിന്നെ ഡൗട്ടായിരിക്കും, മെയിൻസിന് പ്രിപ്പയർ ചെയ്യണോ അതോ അടുത്ത വർഷത്തെ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യണോ? മനസ്സിലായ? ആ പാലത്തിൽ നിൽക്കുമ്പോൾ അവസ്ഥ അങ്ങോട്ട് പോകുമ്പോൾ ഡൗട്ട് വരുമ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? 100% നമുക്ക് എഫേർട്ട് ഇടാൻ പറ്റുമോ മെയിൻസിന് വേണ്ടിയിട്ട്? ഇല്ല. ഓക്കെ, അങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് 1 മാസം കഴിയും എന്ത് ചെയ്യാൻ? റിസൾട്ട് വരാൻ. ഇപ്പം മെയിൽ എക്സാം എഴുതിയാൽ ജൂൺ ലാസ്റ്റിലേക്ക് റിസൾട്ട് വരിക. പിന്നെ നോക്കുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ചിരുന്ന് റിസൾട്ട് വരുമ്പോൾ പാസ്സായി ഉണ്ടാവും. പക്ഷെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? 1 മാസത്തെ നിങ്ങളെ പഠിത്തം കൊള്ളാവും. ഓക്കെ, അങ്ങനെ റിസ്ക് അവിടെ ഉണ്ട്, അറ്റംപ്റ്റ് കുറഞ്ഞാലുണ്ട്. പിന്നെ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് റിസൾട്ട് വരും ഫെയിലായ എന്താ സംഭവിക്കുക? നിങ്ങൾ ആകെ ഡീമോട്ടിവേറ്റഡ് ആവും. ശരിയല്ലേ? സോ ഒരു കാരണവശാലും ആ റിസ്ക് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യുക? അറ്റംപ്റ്റ് കൂട്ടുക എന്ന് പറഞ്ഞാൽ കറക്കി കുത്തുക എന്ന് മീനിങ് ഇല്ല കേട്ടോ. ഓക്കെ, 36 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തുള്ളൂ. ഓക്കെ, 55 അറ്റൻഡ് ചെയ്യണം എന്നാണ് സാറ് പറഞ്ഞത്. ചറപറാന്ന് പറഞ്ഞ് കുത്തിയിട്ട് കാര്യമില്ല, നമ്മൾ പഠിച്ച് അറ്റൻഡ് ചെയ്യണം. അതാണ് പറഞ്ഞു തരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഫൈൻ. സോ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. അപ്പം എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം എന്ന കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനം ആയല്ലോ. ഓക്കെ അല്ലേ? ഫൈൻ. ഫൈൻ. എക്സാമിന് ഇനി നമുക്ക് എന്തുകൊണ്ട് ഞാൻ ഈ അറ്റംപ്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ഇത്രയും ഡിസ്കസ് ചെയ്തു, ഒരു 10-15 മിനിറ്റോളം പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? 80 അങ്ങ് അറ്റൻഡ് ചെയ്താൽ പോരെ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നില്ലേ? അല്ലേ? ഓക്കെ, ഫൈൻ. അവിടെയാണ് പ്രശ്നം. ആക്ച്വലി നമ്മുടെ 2 മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കാൻ പറ്റുന്ന പേപ്പറല്ല CSAT. ഓക്കെ, CSATൻ്റെ പേപ്പർ എന്താണ്? ലെങ്തിയാണ്. നിങ്ങൾക്ക് നന്നായിട്ടുള്ള റീഡിങ് സ്കില്ലും നന്നായിട്ട് മാത്സും കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ 80 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. 80 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ക്ലിയർ ആണോ? പക്ഷേ നമ്മളൊരു ആവറേജ് അല്ലെങ്കിൽ എബോവ് ആവറേജ് സ്റ്റുഡൻസിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഈ ഒരു അറ്റംപ്റ്റ് വരാറില്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ അതിന് ബോധേഡ് ആവുന്നത്, എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. അപ്പം എന്തൊക്കെയാണ് ഈ ഒരു എന്ത് ചെയ്യുന്നത്? അറ്റംപ്റ്റ് കുറയാനുള്ള കാര്യങ്ങൾ. അപ്പം അറ്റംപ്റ്റ് കുറയാനുള്ള റീസണും അത് എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം റീഡിങ് സ്കില്ല്. ഓക്കെ, പേപ്പർ 1 ഇംഗ്ലീഷ് ആയാലും റീസണിങ് ആയാലും മാത്സ് ആയാലും ക്വസ്റ്റ്യൻ വായിച്ചു മനസ്സിലാക്കാൻ നിങ്ങൾ ഒരുപാട് സമയം എടുത്താൽ അത് പ്രശ്നമാണ്. അതാണ് ഒരു റീസൺ, നിങ്ങൾ അറ്റംപ്റ്റ് കുറയാനുള്ള ഒരു റീസൺ. നിങ്ങളുടെ റീഡിങ് സ്കില്ല് മോശമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഒരുപാട് ടൈം എടുക്കും ഇംഗ്ലീഷ്